പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ആത്മഹത്യ ഒരു പരിഹാരമല്ല, അത് ചെയ്യരുത്, എന്തുകൊണ്ട് എന്ന വിഷയത്തെ പറ്റിയാണ്. വളരെ കാലമായി ആത്മഹത്യ എന്നത് യുവാക്കളുടെ മാത്രം പ്രശ്നമാണെന്ന് പലരും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്നത് സത്യമല്ല. ഒരുപക്ഷെ അത് ഒരിക്കലും പൂർണ്ണമായി സത്യമായിരുന്നില്ല. ആത്മഹത്യ വേർതിരിവ് കാണിക്കുന്നില്ല. അത് യുവാക്കളെയും വയോധികരെയും പണക്കാരനെയും പാവപ്പെട്ടവനെയും പുരുഷന്മാരെയും സ്ത്രീകളെയും അഭ്യസ്തവിദ്യരെയും നിരക്ഷരരെയും വിവാഹിതരെയും ഏകാന്തത അനുഭവിക്കുന്നവരെയും വിജയികളെയും തകർന്നടിഞ്ഞവരെയും ഒരുപോലെ തേടിയെത്തുന്നു. ചിരി നിറഞ്ഞ വീടുകളിലും നിശബ്ദത തളം കെട്ടിയ വീടുകളിലും അത് വിരുന്നെത്തുന്നു. പലപ്പോഴും പുഞ്ചിരികൾക്കും നേട്ടങ്ങൾക്കും പള്ളിയിലെ സാന്നിധ്യത്തിനും പിന്നിൽ അത് ഒളിച്ചിരിക്കുന്നു. ആത്മഹത്യ എന്നത് താൽക്കാലികമായ വേദനയ്ക്ക് നൽകുന്ന ശാശ്വതമായ ഒരു പ്രതികരണമാണ്. വേദന അവസാനിക്കാത്തതാണെന്ന് തോന്നാം, പക്ഷേ സത്യം അതല്ല, അത് അവസാനിക്കും. മനുഷ്യന്റെ നിരാശയെക്കുറിച്ച് ബൈബിൾ സത്യസന്ധമായി സംസാരിക്കുന്നുണ്ട്. തിരുവെഴുത്തുകൾ അതിനെ ഒളിച്ചു വയ്ക്കുകയോ അലങ്കരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. തകർന്നടിഞ്ഞ നിമിഷങ്ങളിൽ ദൈവത്തിനായി കാത്തിരിക്കുന്നതിന് പകരം മരണം തിരഞ്ഞെടുത്ത ആദരണീയരായ നേതാക്കളെയും രാജാക്കന്മാരെയും ഉപദേശകരെയും നാം തിരുവെഴുത്തിൽ കാണുന്നു. അഹീതോഫൽ ബുദ്ധിമാനായ ഉപദേശകനായിരുന്നിട്ടും തൻ്റെ ഉപദേശം തള്ളപ്പെട്ടപ്പോൾ അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു. 2 സാമുവേൽ 17:23. ശൗൽ, ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവ്, ഭയത്താലും അപമാനത്താലും തകർന്ന് സ്വന്തം വാളിൽ വീണ് മരിച്ചു. 1 സാമുവേൽ 31:4-6. സിമ്രി ചുറ്റപ്പെട്ടും പരാജയപ്പെട്ടും ഇരിക്കെ സ്വയം തീ കൊളുത്തി മരിച്ചു. 1 രാജാക്കന്മാർ 16:18. യൂദാസ് യേശുവിനെ ഒട്ടിക്കൊടുത്തതിലുള്ള കുറ്റബോധത്താൽ തകർന്ന് കെട്ടിത്തൂങ്ങി മരിച്ചു. മത്തായി 27:5. ഇവർ അറിവില്ലാത്തവരായിരുന്നില്ല, അവർ ദുർബല മനസ്കരുമായിരുന്നില്ല. ആ നിമിഷത്തിൽ മറ്റൊരു വഴിയുമില്ലെന്ന് വിശ്വസിച്ചു പോയ ഭാരത്താൽ വീർപ്പുമുട്ടിയ ആത്മാക്കളായിരുന്നു അവർ. എന്നാൽ തിരുവെഴുത്തുകൾ നിർണായകമായ ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നു. നിരാശ കാഴ്ചപ്പാടിനെ വികലമാക്കുന്നു. വേദന ഉറക്കെ സംസാരിക്കുമ്പോൾ സത്യം നിശബ്ദമായി പോകുന്നു. യോഹന്നാൻ 10:10 യേശു വ്യക്തമായ ഒരു അതിർവരമ്പ് വയ്ക്കുന്നു. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ആത്മഹത്യ ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല വരുന്നത്. അതിൽ എപ്പോഴും കള്ളന്റെ പിശാചിന്റെ വിരലടയാളം ഉണ്ട്. പ്രത്യാശയെ മോഷ്ടിക്കുന്നു, കാഴ്ചപ്പാടിനെ കൊല്ലുന്നു, നാളുകൾ എത്തും മുമ്പേ അവയെ നശിപ്പിക്കുന്നു. നമുക്ക് ഇവിടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം. യേശു തൻ്റെ ജീവൻ നൽകി, പക്ഷെ അദ്ദേഹം തൻ്റെ ജീവൻ എടുത്തു കളഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ബലി എന്നത് അനുസരണമായിരുന്നു, ആത്മഹത്യ അല്ല. അതുപോലെ ഒരാളെ രക്ഷിക്കുന്നതിനിടയിൽ മരിക്കുന്ന അഗ്നിശമന സേനാംഗം ആത്മഹത്യ ചെയ്യുകയില്ല, മറിച്ച് സ്നേഹത്താൽ തൻ്റെ ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആത്മഹത്യ എന്നത് ദൈവം നമ്മെ ഏൽപ്പിച്ച ജീവനെ മനഃപൂർവ്വം അവസാനിപ്പിക്കലാണ്. ജീവൻ ദൈവത്തിൻ്റെതാണെന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. 1 കൊരിന്ത്യർ 6:20. സ്വന്തം ജീവൻ എടുക്കുന്നത് കൊലപാതകമാണ്. തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, കൊല ചെയ്യരുത്. പുറപ്പാട് 20:13. എങ്കിലും നാം സത്യത്തോടൊപ്പം കരുണയോടെയും സംസാരിക്കണം. ആത്മഹത്യ ചെയ്താൽ പശ്ചാത്തപിക്കാൻ അവസരമില്ലാത്തതിനാൽ അത് ക്ഷമിക്കപ്പെടാത്ത പാപമാണെന്ന് ചിലർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ പഠിപ്പിക്കൽ സുവിശേഷത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നില്ല. ചില പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല യേശു മരിച്ചത്, എല്ലാ പാപങ്ങൾക്കും വേണ്ടിയാണ്. നിങ്ങളെ വീണ്ടെടുത്തത് വെള്ളിയോ പൊന്നോ കൊണ്ട് അല്ല, ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ. ദൈവസന്നിധിയിൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പാപങ്ങൾ
ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും പൂർണ്ണമായും നൽകപ്പെട്ടു കഴിഞ്ഞു. ആത്മഹത്യ ക്രൂശിനേക്കാൾ വലുതല്ല, അത് യേശുവിൻ്റെ രക്തത്തെക്കാൾ ശക്തവുമല്ല. എങ്കിലും ഇത് വ്യക്തമായി പറയേണ്ടതുണ്ട്. ക്ഷമിക്കപ്പെടുന്നു എന്നതിനർത്ഥം ആത്മഹത്യ ദോഷകരമല്ല എന്നല്ല. അത് അവശേഷിപ്പിക്കുന്നത് വലിയ തകർച്ചയാണ്. അത് വേദനയെ മറ്റുള്ളവരിലേക്ക് മാറ്റുന്നു, ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നു, വരും തലമുറകളെ പോലും മുറിപ്പെടുത്തുന്നു. ശത്രു പിശാച് ഒരാളെ എന്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുന്നുവോ അത് ചുമക്കാൻ അയാൾ അനേകം പേരെ ഏൽപ്പിക്കുന്നു. ആത്മഹത്യക്ക് പിന്നിലെ ആഴത്തിലുള്ള പ്രശ്നം പലപ്പോഴും ഈ ഒരു നുണയാണ്. ദൈവത്തിന് ഇപ്പോൾ എന്നെ സഹായിക്കാൻ കഴിയില്ല. എന്നാൽ തിരുവെഴുത്തുകൾ ആ നുണയ്ക്ക് നേരിട്ട് മറുപടി നൽകുന്നുണ്ട്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു. 1 യോഹന്നാൻ 1:9. ദൈവം നിങ്ങളുടെ വേദന കണ്ട് ഭയപ്പെടുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ട് അവൻ തളരുന്നില്ല. നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങളിൽ അവൻ നിങ്ങളിൽ നിന്ന് അകലെയല്ല. അവൻ തകർന്ന ഹൃദയമുള്ളവർക്ക് സമീപസ്ഥനാണ്. യുദ്ധങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദം, ഏകാന്തത, ധാർമ്മിക ആശയക്കുഴപ്പങ്ങൾ, ഭാവി ഭയം എന്നിവ നിറഞ്ഞ പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മാതാപിതാക്കൾ എന്ന നിലയിലോ, പങ്കാളി എന്ന നിലയിലോ, വിശ്വാസി എന്ന നിലയിലോ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെന്ന നിലയിലോ തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് പലർക്കും തോന്നുന്നു. എന്നാൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു. എബ്രായർ 11:6. വിശ്വാസം എന്നാൽ വേദനയുടെ അഭാവമല്ല, മറിച്ച് വേദനയ്ക്ക് അവസാന വാക്ക് പറയാൻ അനുവാദം നൽകാതിരിക്കുന്നതാണ് വിശ്വാസം. വികാരീതനമായി മാത്രമല്ല, സജീവമായി സ്നേഹിക്കാൻ യേശു നമ്മെ വിളിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. മത്തായി 22:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് കൂട്ടിച്ചേർക്കുന്നു, സ്വാർത്ഥതയാൽ ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് എണ്ണുവീൻ. ഫിലിപ്പ്യ ലേഖനം 2:3-4 വാക്യങ്ങൾ. ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആത്മീയ കാര്യം സഹായം ചോദിക്കുക എന്നതാണ്. അത് ബലഹീനതയല്ല, മറിച്ച് വിനയമാണ്, ജ്ഞാനമാണ്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സദൃശവാക്യങ്ങൾ 3:5-6 വാക്യങ്ങൾ. അടുത്തതായി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തോട് ചോദിക്കട്ടെ. യാക്കോബ് 1:5. ഒരു ഇരുണ്ട കാലഘട്ടത്തിന്റെ പേരിൽ നിങ്ങളുടെ മുഴുവൻ ഭാവിയും തീരുമാനിക്കരുത്. ഒരു പരാജയം നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കാൻ അനുവദിക്കരുത്. ഇന്നത്തെ വേദന നാളത്തെ കരുണയെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത്. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. നാം തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് കൊയ്യും. ഗലാത്യലേഖനം 6:9. ആത്മഹത്യ അല്ല പരിഹാരം, ദൈവമാണ് പരിഹാരം. പ്രത്യാശയാണ്, സ്നേഹമാണ്, വിശ്വാസമാണ് പരിഹാരം. ദൈവദാസന്മാരോടുള്ള ഒരു ആഹ്വാനം: കൂടെയുണ്ടാകുക, ലഭ്യമാകുക. ഈ നിർണായക വേളയിൽ ദൈവദാസന്മാരോടും പുരോഹിതന്മാർ, പാസ്റ്റർമാർ, മൂപ്പന്മാർ, അധ്യാപകർ, കൗൺസിലർമാർ, പക്വതയുള്ള വിശ്വാസികൾ എന്നിവരോടും പുതുക്കിയ ആത്മാർത്ഥതയോടും കരുണയോടും കൂടി എഴുന്നേൽക്കാൻ ഒരു ആഹ്വാനമുണ്ട്. വേദനിക്കുന്നവർ കേവലം പ്രസംഗങ്ങൾക്കായി മാത്രമല്ല കാതോർക്കുന്നത്. തങ്ങളെ വിധിക്കാതെ കേൾക്കാനും പ്രാർത്ഥിക്കാനും തങ്ങളോടൊപ്പം നടക്കാനും തയ്യാറുള്ള സുരക്ഷിതരും വിശ്വസ്തരും തിരുവെഴുത്തുകളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരുമായ വ്യക്തികളെയാണ് അവർ തിരയുന്നത്. പ്രസംഗവേദിയിലൂടെയും വ്യക്തിപരമായ സംഭാഷണങ്ങളിലൂടെയും പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെയും ദൈനംദിന ജീവിതത്തിലൂടെയും ക്രിസ്തുവിൻ്റെ ഹൃദയം പ്രതിഫലിപ്പിക്കുന്ന ദാസന്മാരായി നമുക്ക് നമ്മെ തന്നെ ലഭ്യമാക്കാം. ദൈവജനം എപ്പോഴും കൂടെയുള്ളവരും ആത്മാർത്ഥതയുള്ളവരും ആശ്രയിക്കാവുന്നവരുമായി തീരുമ്പോൾ ആ നിശബ്ദത മാരകമായി മാറുന്നതിന് മുൻപ് അനേകം ജീവിതങ്ങളെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് തിരിച്ചുവിടുവാൻ സാധിക്കും. ദൈവഹൃദയം നരകമല്ല,
സ്വർഗം. യേശു ക്രിസ്തുവിൽ അത് പൂർത്തിയായി. നാം അവസാനിപ്പിക്കുമ്പോൾ ഈ നിത്യസത്യം ഓർക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം ഒരു മനുഷ്യനും നരകത്തിൽ പോകണമെന്നല്ല, മറിച്ച് എല്ലാവരും സ്വർഗത്തിൽ എത്തണമെന്നാണ്. തുടക്കം മുതൽ ജീവനും കൂട്ടായ്മയ്ക്കും അവനോടൊപ്പമുള്ള നിത്യതയ്ക്കുമായാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് യേശു ധൈര്യത്തോടെ പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. ജീവിതം ആശയക്കുഴപ്പത്തിലാകുമ്പോൾ അവൻ സത്യമാണ്. ജീവിതം ശൂന്യമോ അസഹനീയമോ ആയി തോന്നുമ്പോൾ അവൻ ജീവനാണ്. ആത്മാവ് വരണ്ടുണങ്ങി മുറിവേറ്റ് തളർന്നിരിക്കുമ്പോൾ യേശു നമ്മെ ക്ഷണിക്കുന്നു. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കയില്ല. മനുഷ്യരാശി നരകത്തിൽ പോകണമെന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ സ്വപ്നമായിരുന്നില്ല. സ്വർഗമായിരുന്നു അവൻ്റെ ലക്ഷ്യം. ആരും വീണ്ടെടുപ്പിന് അപ്പുറമല്ലെന്നും ഒരു പരാജയവും ക്ഷമിക്കപ്പെടാത്തതല്ലെന്നും അവൻ്റെ കരുണയേക്കാൾ ആഴമുള്ള ഇരുട്ടില്ലെന്നും പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ക്രൂശ്. നമുക്ക് ലഭിക്കുന്ന ഓരോ ശ്വാസവും യേശുവിൻ്റെ സ്നേഹപൂർണമായ ക്ഷണമാണ്. എൻ്റെ അടുക്കൽ വരൂ, ജീവൻ തിരഞ്ഞെടുക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളിൽ പലരും നിശബ്ദമായ വേദന ചുമക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വിറയ്ക്കുന്ന ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ചിലർ തളർന്നിരിക്കുന്നു, ചിലർ അപമാനിതരാണ്, ചിലർ ജീവിതഭാരത്താൽ കുടുങ്ങിപ്പോയവരും മറക്കപ്പെട്ടവരും ഒറ്റപ്പെട്ടവരുമായി അനുഭവപ്പെടുന്നു. കർത്താവേ, അങ്ങ് ജീവന്റെ ദാതാവാണ്. അങ്ങ് ഞങ്ങളെ ഒരു ലക്ഷ്യത്തോടെ രൂപപ്പെടുത്തി. അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് താങ്ങുന്നു. വഴികളില്ലെന്നും പ്രത്യാശ അവസാനിച്ചെന്നും കാത്തിരിക്കാൻ മൂല്യമുള്ള ഒരു ഭാവിയുമില്ലെന്നും പറയുന്ന ശത്രുവിൻ്റെ നുണകളെ ഞങ്ങൾ നിരസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മരണം മന്ത്രിക്കപ്പെട്ട ഇടങ്ങളിൽ ജീവൻ സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുട്ട് നിറഞ്ഞ ഇടങ്ങളിൽ വെളിച്ചം കൊണ്ടുവരണമേ നാഥ. തളർന്നവർക്ക് പ്രത്യാശയും ഭയപ്പെടുന്നവർക്ക് ധൈര്യവും അസ്വസ്ഥമായ മനസ്സിന് സമാധാനവും നൽകണമേ. പരസ്പരം ആഴത്തിൽ സ്നേഹിക്കുവാനും വേദനിക്കുന്നവരെ ശ്രദ്ധിക്കുവാനും വിധിക്കാതെ കേൾക്കുവാനും അങ്ങയുടെ കൈകളായി ഒന്നിച്ചു നിൽക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. വഴിതെറ്റിയവർക്ക് ജ്ഞാനവും ബലഹീനർക്ക് ശക്തിയും നിരാശരായവർക്ക് ക്ഷമയും നൽകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ജീവൻ തിരഞ്ഞെടുക്കുന്നു, ഞങ്ങൾ പ്രത്യാശ തിരഞ്ഞെടുക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിലാകാത്തപ്പോഴും അങ്ങയിൽ വിശ്വസിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഞങ്ങളെ പിടിക്കണമേ, സുഖപ്പെടുത്തണമേ. ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന ശക്തമായ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. ആമേൻ. We love you all. May God bless you all.